കാലഘട്ടത്തിലെ മികച്ച എഴുത്തുകാരും സാഹിത്യകാരും സിനിമാക്കാരും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു ബന്ധം വലിയ അത്ഭുതമാണ്. കോഴിക്കോടിൻ്റെ ഒരു സാംസ്കാരിക ഒരു സംസ്കൃതിയുടെ ഉൽപ്പന്നമാണ് ശരിക്കും നമുക്ക്. ഇപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ എന്നൊക്കെ പറയുന്ന മലയാളത്തിൻ്റെ സുൽത്താൻ, ബേപ്പൂർ സുൽത്താൻ. വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറഞ്ഞ ഒരു വലിയൊരു സർവകലാശാലയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരു പരിചയം. മമ്മൂക്കയെ ഒരു സിനിമാ നടനാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഞങ്ങളിപ്പോൾ പലതവണ പറഞ്ഞ കാര്യമാണ്. ഒരു സാധാരണ മനുഷ്യനത്രയുള്ളൂ. നമ്മുടെ കൂട്ടത്തിൽ പെടുന്ന ഒരു സ്നേഹിതൻ, അദ്ദേഹത്തിന്റെ കയ്യൊപ്പും പുള്ളിക്കാരൻ്റെ വീട് അരക്കിണർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, കോഴിക്കോട്. മാമു അരക്കിണർ, കോഴിക്കോട്. ഇതാണ് അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ്. മാം കോയ പിന്നീട് സിബിമലയുടെ പടത്തിൽ കോയമാഷായിട്ട് ഇറങ്ങിയതിന് ശേഷം മാമുക്കോയ, പിന്നീട് മാമുക്കോയ ആയിട്ട് മാറി. ഇതൊരു അപൂർവ സംഗമമാണ്. അമൃത TV പ്രേക്ഷകർക്ക് നൽകുന്ന അമൂല്യ വിഷു കൈനീട്ടം. 20 വർഷത്തെ നിറവാർന്ന അനുഭവത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ സരസ സല്ലാപം. ഇന്ന് ഇവിടെ നിൽക്കുന്നതിൽ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. എന്റെ 28 വർഷവും കൂടെ പൂർത്തീകരിക്കുന്ന ഒരു സമയമായിട്ടും കൂടെ ഞാനിത് ഉപയോഗിക്കുകയാണ്. വിഷുദിനത്തിൽ നിങ്ങൾക്കായി നിറസല്ലാപം. സ്വാഭാവിക നർമ്മവും സ്വതസിദ്ധമായ അഭിനയ ശൈലിയും കൊണ്ട് മലയാള സിനിമയിൽ 4.5 പതിറ്റാണ്ടോളം നിറഞ്ഞു നിന്ന സഹൃദയനായ കലാകാരൻ. നാടകവേദിയിൽ നിന്നും ചലച്ചിത്ര ലോകത്തെത്തി നിരവധി കഥാപാത്രങ്ങളിൽ സാധാരണക്കാരനായ മലയാളിയുടെ ഭാവുകത്വം സന്നിവേശിപ്പിച്ച അദ്ദേഹം കോഴിക്കോടൻ സംഭാഷണ ചാരുതയിലൂടെ കലാലോകത്ത് തന്റെ സവിശേഷമായ സ്ഥാനമുറപ്പിച്ചു. കോഴിക്കോട് കല്ലായിയിൽ തടി അളവുകാരനായി തൊഴിൽ ചെയ്ത അയാൾക്ക് സിനിമയിലെ നാടൻ വേഷങ്ങളെല്ലാം അനായാസമായ അഭിനയ തികവോടെ അവതരിപ്പിക്കുവാനായി. ചായക്കടക്കാരൻ, പോലീസ് കോൺസ്റ്റബിൾ, അസൂയക്കാരനായ അയൽക്കാരൻ, അധ്യാപകൻ, ബ്രോക്കർ, ഡോക്ടർ തുടങ്ങി വിവിധ കഥാപാത്രങ്ങളിൽ തിളങ്ങിയപ്പോഴെല്ലാം ഒട്ടുമിക്ക വേഷങ്ങൾക്കും തനി നാടൻ തമാശകളുടെ ചിരിക്കൂട്ടുകൾ തെളിഞ്ഞു നിന്നു. കീലേരി അച്ചുവും ഗഫൂറും പൊതുവാളും ഹംസക്കോയയും കുഞ്ഞനന്ദൻ മേസ്തിരിയും അടങ്ങുന്ന രസകരമായ കഥാപാത്രങ്ങൾക്കൊപ്പം പെരുമഴക്കാലം, കുരുതി, ഉരു തുടങ്ങിയ ചിത്രങ്ങളിലെ ക്യാരക്ടർ വേഷങ്ങളിലൂടെയും പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു ഈ നടൻ. അസാധാരണ മനുഷ്യരോടൊപ്പം ജീവിക്കുവാൻ ഭാഗ്യം കിട്ടിയ ഒരു സാധാരണ മനുഷ്യനാണ് താനെന്ന് വിനയപൂർവ്വം വിശ്വസിച്ച് നാട്യങ്ങളില്ലാത്ത നന്മയിലൂന്നിയ ജീവിതം നയിച്ച ആ കലാകാരൻ അനശ്വരനായി തുടരുന്നു. ഓർമ്മയിലെന്നും മാമുക്കോയ. ഭദ്രേ താപസകന്യ ആശ്രമമേതെന്ന് ചൊല്ലു. അല്ല, നിങ്ങൾ ഇവിടുന്ന് ബെല്ലെടുത്തോണ്ട് പോയോ? കൊണ്ടേ. എന്നിട്ട് അതല്ലേ രാത്രി ഞാൻ പോയി തന്നായി. വർത്താനം പറയാൻ ഇവിടെ ആണുങ്ങളുണ്ട്, ചലക്കരുത്. വേറെ വീടോ? ആരാന്ന് ചോദിച്ചാൽ ഗഫൂർക്ക ദോസ്ത് പറഞ്ഞാൽ മതി. അങ്ങനെ ശപിക്കാൻ മാത്രം ശക്തിയുള്ള ഒരു ഒറ്റ പെണ്ണ് ദുനിയാവിലില്ല. നിനക്ക് ജീപ്പ് ഓടിക്കാൻ ഒരാൾ വേണമെങ്കിൽ ഇനി സംസാരിക്കേണ്ടത് എന്നോടാണ്, മൂസ ഖാദറിനോട്. നിങ്ങൾ സബൂറാക്കി ഒക്കെ സലാമത്താവും. പഠിച്ചാൽ അമ്മായിരിക്കും ബോംബെന്നാണ്. അല്ലി ഒല്ലി മാഫി മുസ്കിലും പറഞ്ഞ് റിവേഴ്സ് മിറർ നോക്കിയിട്ട് ഒരൊറ്റ ഇടല. കൊച്ചു കള്ള വശീകരണ മന്ത്രം വല്ലതും കയ്യിലുണ്ടോ? അല്ല, ആദ്യം കണ്ടത് നമ്മൾ തന്നെ. എടാ, ഞങ്ങളോട് രണ്ടാളോട് കളിക്കാൻ ആരുണ്ടാ? ഇന്ന് ഈ TV ആക്കിയാലോ? ഇവനെ ഞാൻ 1ാം സമ്മാനം. ഇത് മേൽശാന്തി സുബ്രഹ്മണ്യ ശാസ്ത്രികൾ. അസ്സലാമു അലൈക്കും. ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രി കിടക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്, മനസ്സിലായോ? വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? പതുക്കെ. ഇവരുടെ പേര് ഹംസക്കോയ എന്നല്ല, കർത്താന്നാണ്. എന്നെ നോക്കൂ, ഇത് കിട്ടണം. ഓർമ്മയിലെന്നും മാമുക്കോയ ഈ നിലക്കത്തിൽ നമ്മളോടൊപ്പം ആദ്യമായി ചേരാനെത്തുന്നത് മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളിലധികമായി മലയാള സിനിമയിലെ നിറ സാന്നിധ്യം. ടെലിവിഷൻ സീരിയലുകളിലൂടെ വന്ന് നാടകപ്രവർത്തകനായി സിനിമയിലെത്തിയ ശേഷം എല്ലാ കൊല്ലവും വളരെ മികച്ച കഥാപാത്രങ്ങളെ മലയാളിക്ക് സമ്മാനിച്ച ഒരു അതുല്യനായ നടൻ, എഴുത്തുകാരൻ. മമ്മൂട്ടിയും മോഹൻലാലും ചേർന്ന് പ്രകാശനം ചെയ്ത ദൈവത്തിന്റെ അവകാശികളെന്ന പുസ്തകത്തിന്റെ രചയിതാവ്, നല്ലൊരു വാഗ്മി, സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ, അങ്ങനെ പല തലക്കെട്ടുകളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മനുഷ്യൻ ഇക്കഴിഞ്ഞ IFFK ഏറ്റവും ഗംഭീരമായി നടത്തുക വഴി ജനമനസ്സുകളിലേക്ക് എത്തിയ മികച്ച നടൻ. സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട പ്രേംകുമാർ.
നമസ്കാരം, സ്വാഗതം. നമസ്കാരം. പ്രേമേട്ടൻ വരുമ്പം പലപ്പോഴും പ്രേമേട്ടൻ എന്നൊരാളെ പരിചയപ്പെടുന്ന കാലം തൊട്ട് ഒരു സിനിമാ നടൻ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന പല താരങ്ങളും കൊണ്ടു നടക്കുന്ന ഒരു താരഭാരം കൊണ്ടു നടക്കാത്ത ഒരാളാണ് പ്രേമേട്ടൻ. ഇന്ന് നമ്മൾ ആലോചിക്കുന്നതും അതുപോലെ തന്നെ ഉള്ള ഒരു കലാകാരനെ പറ്റിയാണ്. മാമുക്കോയക്ക എത്രയോ സിനിമകളിൽ, എത്രയോ വർഷം, എത്രയോ കഥാപാത്രങ്ങൾ, ഇതെല്ലാം ചെയ്തിട്ടും മാമുക്കോയക്ക നമ്മൾ എപ്പോൾ ഏത് ഫംഗ്ഷൻ, ഏത് വേദിക്ക് പിന്നിൽ എവിടെ കണ്ടാലും ആ നാട്ടുകാരൻ ഒരാൾ അവിടെ വന്ന് നിൽക്കുന്നത് പോലെ അത്ര ലളിതമായി വിനയത്തോടെ വന്ന് നിൽക്കുന്ന ഒരാളാണ് മാമുക്കോയക്ക. നിങ്ങൾ തമ്മിൽ എപ്പോഴാണ് ആദ്യം കണ്ടതെന്നോ മിണ്ടിയതെന്നോ പരിചയപ്പെട്ടെന്നോ ഒക്കെ വല്ല ഓർമ്മയുണ്ടോ? ഭാഗ്യവാനാണ് എൻ്റെ ഓർമ്മയിൽ കൃത്യമായി ഇപ്പോൾ വരുന്ന സിനിമ. സുരേഷ് ഉണ്ണിത്താൻ അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമ, അതിനകത്താണ് ഞങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. പക്ഷെ അതിനുപരിയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ ഇങ്ങനെ ധാരാളം കണ്ടിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ശരിക്കും ഒരു വലിയൊരു ഫാനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കാണുന്നത് തന്നെ. ശരിക്കും നമ്മൾ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്ന ഒരു മനുഷ്യനാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു അഭിനേതാവ് എന്ന് പറയുമ്പോൾ ഈ പ്രോസസ്സ് ഒരു വലിയ പാടുള്ളൊരു പ്രോസസ്സായി ഇതിനെ നമ്മളെ ഒരു അങ്ങനെയൊക്കെ ചില അഭിനേതാക്കൾ ചെയ്യുമല്ലോ. ഇത് ഇത്ര ഈസിയാണ്, ഇത് ആർക്കും ചെയ്യാൻ പറ്റുന്നതാണല്ലോ എന്ന് നമുക്ക് കാഴ്ചയിൽ തോന്നിപ്പോകുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പല പ്രകടനങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളത്. ആദ്യ ചിത്രങ്ങൾ തൊട്ട് എടുക്കുകയാണെങ്കിൽ ഇരിക്കാം, നമുക്ക് കൂടുതൽ സംസാരിക്കാം. ഒരു സിനിമാ നടൻ പലപ്പോഴും ഡിമാൻഡിങ് ആയിരിക്കുക, അല്ലെങ്കിൽ സിനിമയിൽ അയാളുടെ കരിയർ ഗ്രാഫ് ഉയരുന്നതിനനുസരിച്ച് കൊണ്ട് അയാളുടെ വ്യക്തിജീവിതം, പെരുമാറ്റം, അയാൾ ഉപയോഗിക്കുന്ന വാഹനം, വസ്ത്രധാരണം, ഇതൊക്കെ മാറുന്നത് ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. മാമുക്കോയൊക്കെ ഞാൻ കാണുന്ന കാലത്ത്, ഞാൻ കാണുമ്പോൾ അദ്ദേഹം വലിയ സ്റ്റാറാണ്, എന്ന് വെച്ചാൽ വലിയ നടനാണ്. അതിനുശേഷം അപ്പോഴും ഇപ്പോഴും ഒക്കെ ഒരു സാധാരണക്കാരനായി നിലനിൽക്കാൻ അദ്ദേഹം എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു സുഖം എന്തായിരിക്കും? നിങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. അല്ല, ഞാനും ശരിക്കും അദ്ദേഹത്തെ ആദ്യം കാണുന്ന ഈ ഭാഗ്യവാൻ എന്നുള്ള സിനിമയാണ്. അതിലാണ് ഞങ്ങൾ ഒന്നിച്ച് അഭിനയിക്കുന്നത്. അപ്പോൾ ഞാനും അദ്ദേഹത്തെ വളരെ ആദരവോടുകൂടി കണ്ടിട്ടുള്ള, സിനിമയിൽ ഒരുപാട് നമ്മളെ അത്ഭുതപ്പെടുത്തി ഒരുപാട് റോളുകളൊക്കെ ചെയ്ത് വലിയ താരമാണെന്ന് അദ്ദേഹം. പക്ഷെ നമ്മളോടൊക്കെ ഒരു വളരെ തുടക്കക്കാരനായ എന്നോടൊക്കെ അന്ന് വളരെ സൗമ്യമായിട്ടും ഒരു വളരെ പ്രോത്സാഹനം നൽകുന്ന രീതിയിൽ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള, അതൊരു സാധാരണ മനുഷ്യനാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എല്ലാവരും അത് പറയുന്ന കാര്യമാണ്. നമുക്ക് കാര്യം അദ്ദേഹം ഒരു ജീവിത അനുഭവങ്ങളുടെ ഒരു കരുത്തിലാണ് അദ്ദേഹത്തിൻ്റെ എല്ലാം ഇങ്ങനെ കരുപ്പിടിപ്പിച്ചെടുത്തിട്ടുള്ളത്. അറിയാമല്ലോ, അദ്ദേഹം ഈ മരത്തിൻ്റെ ഏറ്റവും വലിയ എക്സ്പെർട്ടാണ്. മരത്തിൻ്റെ അളവുകൾ എടുക്കുകയും ഈ കല്ലായിപ്പുഴയിൽ ഇങ്ങനെ വരുന്ന മരങ്ങൾ, അതിൻ്റെ എല്ലാ കാര്യങ്ങളും മരത്തിൻ്റെ കൃത്യമായ മർമ്മമറിയുന്ന ആ മനുഷ്യനാണ്. നർമ്മത്തിൻ്റെ മർമ്മമറിയുന്ന ഒരു ശരിക്കും നമ്മളെ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളാണ് മാമുക്കോയ. അതും ഞാൻ കേട്ടിട്ടുള്ളത്, അദ്ദേഹം ഈ കല്ലായിപ്പുഴയിൽ വരുന്നു, തടിയുടെ അളവെടുക്കുന്ന ജോലി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് വലിയ വ്യത്യാസം തോന്നുന്ന രണ്ട് എക്സ്ട്രീം എന്ന് പറയുന്നത്, ആ കാലഘട്ടത്തിലെ മികച്ച എഴുത്തുകാരും സാഹിത്യകാരും സിനിമാക്കാരും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു ബന്ധം വലിയ അത്ഭുതമാണ്. അല്ല, അതിലേക്ക് വരാം. അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിട്ട് എന്നുള്ള രീതിയിലാണ് ഷെറഡി ഇപ്പോൾ അവതരിപ്പിച്ചത്. കാര്യം അത് ഈ സിനിമയുടെ ഒരു താരപരിവേഷമൊക്കെ വരുമ്പോഴും അതിലൊന്നും ഒട്ടും അഭിരമിക്കാത്ത, പണത്തിലും പ്രശസ്തിയിലും ഒന്നും ഒട്ടും അഭിരമിക്കാത്ത, എപ്പോഴും ഒരു തനി നാട്ടും പുറത്തുകാരൻ, ഒരു കോഴിക്കോടിൻ്റെ എല്ലാ ഒരു സൗന്ദര്യവും, അതിൻ്റെ കോഴിക്കോടിൻ്റെ ഒരു തനതായ സംഗീതം, നാടകം, ഫുട്ബോള്, കോഴിക്കോടിൻ്റെ സാഹിത്യം, ഇങ്ങനെ എല്ലാ കോഴിക്കോടിൻ്റെ ഒരു സാംസ്കാരിക ഒരു സംസ്കൃതിയുടെ ഉൽപ്പന്നമാണ് ശരിക്കും നമുക്ക്. അദ്ദേഹം കോഴിക്കോട് ഒരുപാട് നാടക പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഈ പറഞ്ഞതുപോലെ മഹാരഥന്മാരായ ഒരുപാട് മനുഷ്യർ. ഇപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ എന്നൊക്കെ പറയുന്ന മലയാളത്തിൻ്റെ സുൽത്താൻ, അദ്ദേഹത്തിൻ്റെ സുൽത്താൻ്റെ ഏറ്റവും അടുത്ത ഒരു സൗഹൃദവും അദ്ദേഹത്തിൻ്റെ ഒരു സന്തത സഹചാരിയുമായിട്ടൊരു കാലത്ത്. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറഞ്ഞ ഒരു വലിയൊരു സർവകലാശാലയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരു പരിചയം, ലോകം മുഴുവൻ സഞ്ചരിച്ചത് നേടിയ അറിവുകളിങ്ങനെ ഹൃദയത്തിൽ, ലോകത്തിൻ്റെ ഭൂപടം തന്നെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന SK പൊറ്റക്കാട്, അദ്ദേഹം നമ്മുടെ ഏറ്റവും വലിയ സഞ്ചാര സാഹിത്യം, അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ളൊരു വലിയ ബന്ധം. അതുപോലെ ബാബുരാജ്, പിന്നെ നമ്മുടെ ഏറ്റവും വലിയ സംഗീതജ്ഞൻ, പിന്നെ കോഴിക്കോട് അബ്ദുൽ ഖാദർ, ഇവരൊക്കെ ആയിട്ടുള്ള ബന്ധം, നാടക പ്രവർത്തനങ്ങൾ. അതാണ്, അത് എന്തോ ഒരു ക്വാളിറ്റി ഇല്ലാതെ ഇവരൊക്കെ ഒരാളെ കൂട്ടത്തിൽ കൂട്ടില്ലല്ലോ. അതെ. അപ്പോൾ ഒരു ഔപചാരികമായ വലിയ വിദ്യാഭ്യാസമൊന്നും അദ്ദേഹത്തിന് ഇല്ലെങ്കിൽ പോലും
ഇവരുമായിട്ടുള്ളൊരു സഹവാസത്തിലൂടെ അദ്ദേഹം നേടിയെടുത്തൊരു വലിയ ലോകത്തെക്കുറിച്ചുള്ളൊരു വലിയ വീക്ഷണം. കാരണം നിലമ്പൂർ ബാലൻ എന്നൊക്കെ നിലമ്പൂർ അദ്ദേഹത്തിന്റെ സിനിമയിലാണ് അദ്ദേഹം ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. വരുന്നത് അത് അദ്ദേഹത്തിന്റെ സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിക്കാൻ വരുന്നത് ഇവര്, ഞാൻ എൻ്റെ കേട്ടറിവില് ഇവര് വൈക്കം മുഹമ്മദ് ബഷീറിനെ കാണാൻ വരികയും ആ കഥയുടെ ചർച്ചയൊക്കെ ചെയ്യുമ്പോഴും കോഴിക്കോട് കേന്ദ്രമാക്കിയിട്ടുള്ള ഒരു കഥയാണിത് എന്ന് പറഞ്ഞപ്പം വൈക്കം മുഹമ്മദ് ബഷീർ റെക്കമെൻഡ് ചെയ്യുകയാണ്, ഇതാ ഈ നിൽക്കുന്ന പയ്യനെ നമ്മുടെ ഒരു സുഹൃത്താണ്, ഇയാൾക്കൊരു വേഷം കൊടുക്കണമെന്നുള്ളത്. എന്നിട്ട് കുതിരയ്ക്ക് പുല്ല് കൊടുക്കുന്ന ആളോ അങ്ങനെ എന്തോ ഒരു അല്ല, വൈക്കം മുഹമ്മദ് ബഷീർ അത് പറയണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഒരു പ്രതിഭ മനസ്സിലാക്കിയിട്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്. വെറുതെ ഒരാളെ എങ്ങനെ റെക്കമെൻഡ് ചെയ്യും? അല്ലല്ലോ. അപ്പൊ ഇദ്ദേഹത്തിന്റെ നാടകത്തിലേക്ക് ഉള്ള വളരെ വിസ്മയിപ്പിക്കുന്ന പ്രകടനങ്ങൾ കോഴിക്കോടുകാർക്ക് വളരെ സുപരിചിതമാണ്. അപ്പൊ ഈ ഒരു വലിയ ഒരു എന്താണ് ഇങ്ങനെയുള്ള MT-യുമായിട്ട് അടുത്ത ബന്ധമായിരുന്നു. KT മുഹമ്മദ്, NB മുഹമ്മദ്, ഇങ്ങനെ തിക്കോടിയം മാഷ്, P ഭാസ്കരൻ മാഷ്. ഇവിടെ ഈ കോഴിക്കോടിൻ്റെ കോഴിക്കോടെന്ന് പറയുന്ന നഗരം ഈ വലിയ സാംസ്കാരിക നായകന്മാർ, സാഹിത്യ നായകന്മാർ ഇവിടെയൊക്കെ ഒരു ഇടമായിരുന്നു. കോഴിക്കോട് റേഡിയോ നിലയത്തിൽ അദ്ദേഹം നാടകങ്ങൾ അവതരിപ്പിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എനിക്കൊന്ന് മനുഷ്യൻ എന്നങ്ങാണ്ട് പറയുന്ന ഒരു നാടകം അവതരിപ്പിച്ച് അതിച്ചിരി വിവാദമൊക്കെ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ പിന്നീടാണെങ്കിലും ഈ മാമുക്കോയക്കയുടെ ഇന്റർവ്യൂ കണ്ടാലേ നമ്മൾ നാട്ടുമ്പുറത്തുകാരൻ, സാധാരണക്കാരൻ, വിനയം, ലാളിത്യം എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ലോകപരിചയവും വീക്ഷണവും ഉണ്ടല്ലോ വളരെ വലുതാണ്. മാനവികത അല്ലെങ്കിൽ നമ്മള് രാഷ്ട്രീയം, മതം, ഈ സിവിക്സ് എന്ന് പറയും, പൗരധർമ്മം, ഈ ഒരു ഏരിയകളിലൊക്കെ അദ്ദേഹത്തിന്റെ ചില വീക്ഷണങ്ങള് ഒരു കൺസർവേറ്റീവായി ആ കാലത്ത് വളർന്നു വന്ന ഒരാൾക്കുണ്ടാകുന്നതല്ല. അല്ല, അതാണ് അദ്ദേഹം നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അത് അഭിനയത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല. ഈ ഒരു വളരെ ഒരു സാധാരണ വിദ്യാഭ്യാസം ലഭിച്ച ഒരാളിൽ നിന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ലോകവീക്ഷണവും സാഹിത്യത്തെക്കുറിച്ചായിരുന്നാലും മതത്തെക്കുറിച്ചായിരുന്നാലും രാഷ്ട്രീയത്തെക്കുറിച്ചായിരുന്നാലും ഒക്കെ കൃത്യമായ ഒരു കാഴ്ചപ്പാട്, ചില നിലപാടുകൾ, അത് നിർഭയമായി അതിങ്ങനെ പറയുക. ആരുടെയും മുഖത്ത് നോക്കി അദ്ദേഹത്തിന് പറയാനുള്ളത് കൃത്യമായിട്ട് പറയും. അങ്ങനെയൊക്കെയുള്ള ചില വളരെ നമുക്കൊക്കെ ഒരു എന്താണ് നമ്മളെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു വളരെ പച്ചയായ ഒരു നിഷ്കളങ്കത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു നാട്യങ്ങളും ഇല്ലാത്തൊരു മനുഷ്യൻ. ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെയൊക്കെ കാലം വന്നപ്പോഴും ഒക്കെ അദ്ദേഹത്തിന്റെ വായിന്നൊന്നും അങ്ങനെ ഒരു തെറ്റായ കാലത്തിന് ചേരാത്തതെന്ന് നമുക്ക് തോന്നുന്ന ഒരു വാക്ക് പോലും വായിന്ന് വീഴാത്ത ആളാ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അദ്ദേഹം ഒരു മാനവികതയുടെ, ഒരു മതേതരത്വത്തിന്റെ ഒക്കെ ഒരു വലിയ പ്രതീകമായിട്ടാണ് ഞാൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളും അത് ആർക്കും അങ്ങോട്ടൊരു അലോസരപ്പെടുത്തുന്നതായിരുന്നില്ല. അദ്ദേഹത്തിന്റെ നിലപാടുകളിലൊക്കെ അദ്ദേഹത്തിന്റെ ഒരു പുരോഗമനപരമായ കാഴ്ചപ്പാടുകളും രാഷ്ട്രീയവും ഒക്കെ വ്യക്തമാണ്. അദ്ദേഹം ഉൾപ്പെടുന്ന ഒരു സമുദായത്തിൻ്റെ, മതത്തിൻ്റെ, അതിനകത്ത് തന്നെയുള്ള ചില സമ്പ്രദായങ്ങൾ അദ്ദേഹത്തിൻ്റെ എതിർപ്പ് അല്ലെങ്കിൽ വിയോജിപ്പ് തോന്നുന്നത് കൃത്യമായിട്ടും മുഖം നോക്കാതെ വളരെ രൂക്ഷമായി നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട്. അതുപോലെ രാഷ്ട്രീയ കാര്യങ്ങൾ എല്ലാത്തിനും അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹം കൃത്യമായി പറയുകയും അതാണ് പറയണ്ട ഞാൻ പറഞ്ഞത്. പക്ഷേ അദ്ദേഹം വളരെ സാധാരണക്കാരനായി തടി അളവെടുക്കുന്ന ജോലിയൊക്കെ ചെയ്ത് നിൽക്കുന്ന ഒരാൾക്ക് എന്തുമാത്രം ഒരു ഇച്ഛാശക്തിയും ഒരു വീക്ഷണമൊക്കെ ഉണ്ടെങ്കിലാണ് ഇങ്ങനെ. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള ഒരു എഴുത്തുകാരുടെയും സാംസ്കാരിക നായകന്മാരുമായിട്ട് അദ്ദേഹത്തിന് ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. ഒപ്പം അദ്ദേഹത്തിന് പരന്ന വായന ഉണ്ടായിരുന്നു. ഈ സാംസ്കാരിക നായകന്മാർ, ഈ സാഹിത്യ നായകന്മാരുമായിട്ടുള്ള ബന്ധം, അവരിൽ നിന്ന് ആർജിച്ച അനുഭവങ്ങൾ, അറിവുകൾ, ഒപ്പം അദ്ദേഹത്തിന്റെ നല്ല വായനയുണ്ടായിരുന്നു. വലിയ വായനാശീലമുള്ള ഒരു മനുഷ്യൻ. അപ്പോൾ അതിലൂടെയൊക്കെ അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്ന ഒരു അനൗപചാരികമായ വിദ്യാഭ്യാസത്തിലൂടെ രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു വലിയ വിശാലമായ ഒരു മാനവികതയുടെ ഒരു വീക്ഷണം, അതൊക്കെ അദ്ദേഹത്തിൻ്റെ രക്തത്തിലുള്ള ഒരു ഗുണമാണ്. ഞാൻ എൻ്റെ ഈ ഭാഗ്യവാൻ്റെ സെറ്റിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അതോ പിന്നീട് ഞങ്ങൾ അഭിനയിച്ച ചില സിനിമകളിൽ റിലീസാകാത്ത ചില സിനിമകളുമുണ്ട്. ഏതോ ഒരു ഇതിൻ്റെ ലൊക്കേഷനിൽ ഞങ്ങളൊരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് മയങ്ങുന്ന ഒരു ഇതിലേക്ക്, അപ്പോൾ ഞാനിങ്ങനെ അടുത്തുണ്ട്. പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ ഒരു കട്ടുറുമ്പ് ഇദ്ദേഹത്തിൻ്റെ ഈ കഴുത്തിലൂടെ ഇങ്ങനെ കയറി പോവുക. അപ്പോൾ ഞാൻ ചേട്ടാ ഇതാ ഒരു കട്ടുറുമ്പ്. പുള്ളി ഉടനെ നോക്കിയിട്ട് ഇതിനെ പതുക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നോക്കിയിട്ട് അതങ്ങ് തറയിലിട്ടങ്ങ് വിട്ടുകൊടുക്കുക. എന്നിട്ട് അത് പോകുന്ന നോക്കിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ചേട്ടാ അതിനത് കൊല്ലാതെ വിട്ടു, അത് ഇനി വരുന്ന ആളെ കടിച്ച് കൊല്ലട്ടതാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ അല്ല അത് എന്നെ ഉപദ്രവിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ അന്ന് വലിയ സീരിയസ് ആയിട്ട് നടത്തി. പക്ഷേ ഈ അടുത്ത കാലത്ത് ഞാൻ ഇദ്ദേഹം വൈക്കം മുഹമ്മദ് ബഷീറുമായിട്ടുള്ളൊരു വലിയ ബന്ധം, അതിനെക്കുറിച്ച് ഞാൻ അങ്ങനെ ആഴത്തിൽ മനസ്സിലാക്കിയപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു ദർശനമുണ്ട്. അതായത് ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്ന ഇതെല്ലാ ജീവജാലങ്ങളും. ഇപ്പോൾ ബഷീറിനോട് ഒരിക്കലും ആരോ ഒരു മാധ്യമപ്രവർത്തനമായിട്ട് ചോദിച്ചു കുടുംബത്തിൽ ആരൊക്കെയാണ് വീട്ടിൽ കുടുംബാംഗങ്ങൾ ചോദിച്ചപ്പോൾ ഭാര്യയുടെയും മക്കളുടെയൊക്കെ പേര് പറഞ്ഞതിന് ശേഷം പശുവും വീട്ടിലെ പൂച്ചയും പട്ടിയും പറമ്പിലെ പല്ലിയും പഴുതാരയും പാറ്റയും ഇതെല്ലാം എൻ്റെ
കുടുംബാംഗങ്ങളാണെന്ന് പല്ലിനിടയിൽ ഒരു പറയുന്ന പല്ലി ഉണ്ടെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു അതൊക്കെ ആയിരിക്കും മമ്മൂക്കയുടെ ഉള്ളിൽ ഉണ്ട്. ഞാൻ ഈ അടുത്ത് ചിന്തിച്ചൊരു കാര്യമാണ്. കാര്യം അന്ന് ഞാൻ കണ്ടൊരു ഇതാണ്. കാര്യം ഒരു സഹജീവിയെപ്പോലും ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത അത്രയും ഒരു അത് നിഷ്കളങ്കമായ ആ വീക്ഷണം ആ നമ്മൾ പറയും ഇപ്പൊ വള്ളത്തോള് ലോകമേ തറവാട് നിനക്ക് ഈ പുൽകളും പുഴുക്കളും തൻ കുടുംബക്കാർ എന്ന് അതെ, പറഞ്ഞ പോലെ അത് അതിന്റെ ഒരു അതെ. കൊളോക്കിയൽ വെർഷനാണ് ഭൂമിയുടെ അവകാശികൾ. അത് തീർച്ചയായും. സാഹിത്യ വെർഷനാണ്. അത് ബഷീറിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ. അപ്പൊ ചിലരൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ മതിലുകൾ എന്ന് പറയുന്ന സിനിമ അടൂര് സിനിമയാക്കിയപ്പോൾ ശരിക്കും ഒരു ബഷീറിന്റെ ഒരു ഒരു ഇതാണല്ലോ ഈ മതിലുകളിലെ കഥാപാത്രം. ബഷീറുമായിട്ട് ഏറ്റവും അടുത്ത ഒരു സാമ്യം രൂപത്തിലും ഒക്കെ ഉള്ളൊരു സാമ്യമുള്ളൊരു മനുഷ്യനാണ് മമ്മൂക്കയെ. മമ്മൂക്കയെ വെച്ച് ആ സിനിമ മമ്മൂക്കയെ വെച്ചിട്ട് ചെയ്യുന്ന അതല്ല, ഒരു താരതമ്യമൊന്നുമല്ല. ഒരുപക്ഷെ അങ്ങനെ ഒരു സിനിമ അന്ന് വന്നിരുന്നെങ്കിൽ അതൊക്കെ ചിലര് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചിന്തിക്കാവുന്നതാണ്. ഒരു സാമ്യം എവിടെയൊക്കെയോ ഉണ്ട്. ആ കാലത്ത് പക്ഷെ മാമുക്കോയ്ക്ക് ഇത്തരം ഈ പെരുമഴക്കാലത്തിലൊക്കെ ചെയ്തവരുള്ള കഥാപാത്രങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടില്ല. നമ്മുടെ സിനിമയ്ക്ക് അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ പറയാമേട്ടോ. ഒരാളെ ഒരു റൂട്ടിൽ കെട്ടിയാൽ ആ റൂട്ടിൽ തന്നെ എത്രയോ നാള് പോകും. മാമുക്കോയ്ക്ക് എവിടെയാണ് ഇങ്ങനെ അവസാന കാലത്താണ് കുറച്ച് നല്ല കഥാപാത്രങ്ങൾ കിട്ടിയെന്ന് പറയാൻ പറ്റും. അല്ല, ഒരു 450-ലധികം സിനിമകൾ അഭിനയിച്ചൊരു മനുഷ്യൻ. അതിലെനിക്ക് തോന്നുന്നു ഒരു 440ഓളം സിനിമകളും അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം ടൈപ്പിലുള്ള ഈ ഒരു മുസ്ലിം ഭാഷ, മലബാറിലെ ഒരു മുസ്ലിം ഭാഷയുള്ള ഇങ്ങനെ ഒരു തമാശ കഥാപാത്രത്തിലേക്ക് മാത്രം അദ്ദേഹത്തിന് ചുരുക്കി കാണിക്കുകയും ഒരു 10 സിനിമ ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ കുറേ നല്ല കഥാപാത്രങ്ങളായി. എല്ലാം നല്ല കഥാപാത്രങ്ങൾ തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ നടനെ അടയാളപ്പെടുത്താൻ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് വളരെ കുറച്ച് സിനിമകളാണ്. അതല്ലായിരുന്നെങ്കിൽ ഇനിയും ചെറുശ്ശേരിയുടെ ഒരു ആർട്ടിസ്റ്റാണ്. സംസ്ഥാന ഗവൺമെന്റ് ആദ്യമായി പ്രഖ്യാപിച്ച ഈ ഹാസ്യ അഭിനയത്തിലുള്ള മികച്ച നടന്റെ അവാർഡ് ആദ്യമായിട്ട് കരസ്ഥമാക്കിയത് ഇന്നത്തെ ചിന്താ വിഷയമാണോ? ഇന്നത്തെ ആ സിനിമയിലെ അഭിനയത്തിനാണ് തോന്നുന്നു മമ്മൂക്കയ്ക്കാണ് ആദ്യത്തെ ആ ഹാസ്യ നടനുള്ള അവാർഡ് കിട്ടിയത്. പെരുമഴക്കാലത്തില് ഈ സ്വഭാവ നടനുള്ള പരാമർശം കിട്ടിയ ജൂറി പരാമർശം കിട്ടിയതാണ്. എപ്പോഴാണ് അഭിനയത്തിന്റെ ഏത് വർഷത്തിലാണ് ഇവിടെ എത്തുന്നതെന്ന് ഇതൊരു അപൂർവ സംഗമമാണ്. അമൃത TV പ്രേക്ഷകർക്ക് നൽകുന്ന അമൂല്യ വിഷു കൈനീട്ടം. 20 വർഷത്തെ നിറവാർന്ന അനുഭവത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ സരസ സല്ലാപം. ഇന്ന് ഇവിടെ നിൽക്കുന്നതിൽ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. എൻ്റെ 28 വർഷവും കൂടെ പൂർത്തീകരിക്കുന്ന ഒരു സമയമായിട്ടും കൂടെ ഞാനിത് ഉപയോഗിക്കുകയാണ്. വിഷുദിനത്തിൽ നിങ്ങൾക്കായി നിറസല്ലാപം. ഒരാളെ കൂടി അവസരത്തിൽ വിളിക്കുകയാണ്. നിരവധി സിനിമകൾ, മലയാളത്തിലെ സീനിയർ മോസ്റ്റ് അഭിനേതാക്കളിൽ ഒരാൾ, നർമ്മബോധം എപ്പോഴും കൈമുതലായി കൊണ്ടു നടക്കുന്ന ഒരാൾ, നമ്മുടെ ഇതേ വേദിയിൽ പല എപ്പിസോഡുകളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാൾ, ഞങ്ങളുടെ വളരെ പ്രിയപ്പെട്ട കുഞ്ചൻ ചേട്ടനെ സ്വാഗതം ചെയ്യും. കുഞ്ചേട്ടാ, വീണ്ടും സ്വാഗതം. ഇങ്ങനെ മാംകോയൊക്കെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുഞ്ചേട്ടനൊക്കെ വളരെ സീനിയർ ആണ്. പക്ഷേ എനിക്ക് മമ്മൂക്കയെ ഒരു സിനിമാ നടനാന്ന് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഞങ്ങളിപ്പോ പലതവണ പറഞ്ഞ കാര്യമാണ്. ഒരു സാധാരണ മനുഷ്യത്രേ നമ്മുടെ കൂട്ടത്തിൽ പെടുന്ന ഒരു സ്നേഹിതൻ, ഒരു വെള്ളമുണ്ടും ഒരു വെള്ള ഷർട്ടും ഒരു ചെറിയ മനുഷ്യൻ, ഒരു ചെറിയ ഷൂട്ട് അവാർഡ് നൈറ്റിനൊക്കെ ഞാൻ കണ്ടിട്ട് എല്ലാത്തിനും ആ കാണുന്ന രൂപം തന്നെ വീട്ടിലും നാട്ടിലും ഒക്കെ എല്ലായിടത്തും. മറ്റുള്ള ഒരു സിനിമകളെന്ന് പറയുമ്പോൾ ചില കൂട്ടുകെട്ടുകളും ചന്തകളൊക്കെ ഉണ്ടാവില്ല. മറ്റത് മറിച്ച് ഒന്നുമില്ല, ഒരു സാധാരണ മനുഷ്യൻ. ഒരു രൂപം വെച്ചിട്ട് വലിയ ആകാര സൗഷ്ഠവും വലിയ രൂപങ്ങളും ഒക്കെ ഉള്ളവരെയൊക്കെ അല്ലേ അവരുടെ ഇടയിലേക്ക് തന്റേതായ ഒരു. എനിക്ക് ഏറ്റവും അദ്ദേഹത്തോട് കൂടുതൽ അടുപ്പം അദ്ദേഹത്തിന്റെ കയ്യൊപ്പും മൈ ഗോഡ്, നമ്മളൊക്കെ എത്ര പഠിച്ചാലും അങ്ങനെ വരില്ല. ആണല്ലേ? അതൊരു പുതിയ അറിവ് എനിക്ക്. അത് കേട്ടിട്ടുണ്ട്. എന്ന് നാഥന്റെ നിമ്മി എന്ന് പറയുന്ന പടത്തിലാന്ന് തോന്നുന്നു 86 നിങ്ങള് ആദ്യം ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ളത്. അവിടെ തൊട്ട് പിന്നീട് ഒരുപാട് സിനിമകൾ ഒന്നിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് പെട്ടെന്ന് ഒറ്റയടിക്ക് ഓർത്താ കിട്ടുന്ന എത്രയോ കഥാപാത്രങ്ങൾ. ഇപ്പോൾ നമ്മൾ കോഴിക്കോടൻ ഭാഷയെ കുറിച്ച് പറഞ്ഞല്ലോ, അദ്ദേഹം പല സംഭവങ്ങളെ സിനിമയിൽ കോഴിക്കോടൻ ഭാഷയാക്കി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ചേട്ടൻ ചില വാഹനങ്ങൾ ഇംഗ്ലീഷ് ആക്കുമല്ലോ. ഇപ്പൊ ധ്വനി എന്ന് പറയുന്ന സിനിമയിൽ ആ പാട്ട് വരുന്നതിന് മുമ്പ് മാനസ നിളയിൽ മഞ്ചേരി ധ്വനി ഉയർത്തി എന്നും പറഞ്ഞിട്ട് മഞ്ചേരി അതെടുത്ത് വായിച്ചു വിടുന്നുണ്ട്. മഞ്ചേരി അതിനാണ് മഞ്ചേരി ധ്വനി ആക്കുന്നുണ്ട്. പിന്നെ മന്ത്രമോതിരം എന്ന് പറഞ്ഞ പടത്തില്
നമ്മുടെ അഭിജ്ഞാന ശാകുന്തളത്തിലെ അതെ അതെ ആരുന്നീ ഭദ്രേ താപസ കന്യെ മാപ്പിളപ്പാട്ടാക്കുന്നുണ്ട്. അതെ, അതെ. ആരുന്നീ കന്യെ താപസ കന്യെ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ മാപ്പിളപ്പാട്ടാക്കുന്നുണ്ട്. വേറൊരു സിനിമയില് MT സാറിന്റെ ഡയലോഗ്, ചന്തുവിന്റെ ഡയലോഗ് മുഴുവൻ മാപ്പിള ഭാഷയിൽ കോഴിക്കോട് മൊഴി പറ്റൂല എന്നൊക്കെ പറഞ്ഞൊരു തോട്ടത്തിൽ കൂടെ അതെ അതെ നടന്നിട്ട് അത് പറയുന്നുണ്ട്. സർവോപരി ഹിസ് ശബ്ദമുള്ള മാണ്ട. അതെ അതെ അല്ല, അതൊരു ഹ്യൂമറിന്റെ ഒരു സാധ്യത കൂടിയുണ്ട്. അത് വലിയൊരു കാര്യമുണ്ട്. ഈ മുനി ഇത് പറഞ്ഞപ്പോ ഈ സിനിമയിൽ ഏതോ ഒരു ക്യാരക്ടർ ചോദിക്കുന്നുണ്ട്, ഈ മുനി ഇങ്ങനെയാണോ പറയുന്നതെന്ന് ചോദിക്കുമ്പോ പുള്ളി പറയുന്നുണ്ട്, മലബാർ ഏരിയയിൽ ഏത് മുനി ജനിച്ചാലും മുനിയായാലും പോലീസായാലും ഗുണ്ടയായാലും എല്ലാം ഈ ഒരു സ്ലാഗതയെ പിടിച്ചിട്ടുണ്ട്. അത് വലിയൊരു ജ്ഞാനപീഠനാണ് കേട്ടോ. എല്ലാ സംഭവങ്ങളെ കുറിച്ച് അറിയുന്നൊരു നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ പോലെ നല്ല വായനാശീലമുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടും വളർന്ന രീതിയും എല്ലാം വലിയ ജ്ഞാനപീഠത്തിനുള്ള ആളുകൾ കൂടിയായിരുന്നു. അതൊക്കെ ഉണ്ട്. അല്ല, ഈ ജ്ഞാനപീഠത്തിനുള്ള ആളുകൾ ഒരാളെ കൂട്ടണമെങ്കിൽ അയാൾക്ക് അതിന് മാത്രമുള്ള മെറിറ്റ് വേണം. അതെ, ആശയപരമായിട്ടേ. അല്ല, അത് അദ്ദേഹത്തിന്റെ കഴിവും അതിനോടൊരു സ്നേഹവും ബഹുമാനവും ബന്ധമൊക്കെ ഉണ്ടല്ലോ. ആ വഴിക്ക് പോകണമെന്നുള്ളത് MT പോലുള്ള ഒരാളുമായിട്ടൊക്കെ ഒരു സൗഹൃദം ഉണ്ടാക്കുക പിന്നെ അല്ലേ? അതെ, ഞാൻ കേട്ടിട്ടുള്ളത് ദൂരെ ഒരു കൂട് കൂട്ടാം എന്ന് പറയുന്ന സിനിമയില് പപ്പുച്ചേട്ടൻ കണ്ടായിരുന്നു ആദ്യം ആ വേഷം ചെയ്യേണ്ടിരുന്നത്. പിന്നെ എന്തോ കാരണം കൊണ്ട് അത് മാറി ഈ പുതിയൊരാൾക്ക് വേഷം കൊടുക്കാന്ന് പറഞ്ഞിട്ട് അതാണല്ലോ ഒരു ബ്രേക്ക് ആയ സിനിമ. പിന്നെ അതിലെ അറബി മാഷ് കോയ എന്ന് പേരുള്ള അറബി മാഷാണ്. അതാണ് മാമു കോയ എന്ന് പിന്നീട് പറയുന്നത്. നമുക്ക് ഇപ്പം അദ്ദേഹത്തെ കുറിച്ച് നമ്മുടെ വളരെ പ്രിയപ്പെട്ട സംവിധായകൻ സിബി മലയിൽ സാറിന്റെ ഒരു ഓർമ്മ പുതുക്കൽ കേൾക്കാം. 1987 ഞാൻ സംവിധാനം ചെയ്ത ദൂരെ ഒരു കൂടുകൂട്ടാം എന്ന ചിത്രത്തിൻ്റെ ലൊക്കേഷൻ കാണിക്കാനായിട്ട് കോഴിക്കോട് ഞാൻ എത്തിയപ്പോൾ എന്നും രാവിലെ കോഴിക്കോട് മഹാറാണി ഹോട്ടലിൻ്റെ റിസപ്ഷനിൽ 8 മണിയാകുമ്പോൾ മാമു എന്ന ഒരു സുഹൃത്ത് അവിടെ എത്തും. ശ്രീനിവാസൻ്റെ സുഹൃത്തായിരുന്നു അത്. ശ്രീനിവാസനാണ് മാമുനെ എനിക്ക് പരിചയപ്പെടുത്തുന്നത്. ഞങ്ങൾ ഒരുമിച്ചാണ് ലൊക്കേഷൻ കാണാൻ പോവുക. കോഴിക്കോടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം എന്നെ കൊണ്ട് ലൊക്കേഷനുകൾ കാണിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഫറൂഖ് എന്നൊരു സ്ഥലത്ത് നമ്മൾ ലൊക്കേഷൻ തീരുമാനിച്ചു. ഷൂട്ടിങ്ങിൻ്റെ തലേന്നാണ് അതിൻ്റെ നിർമ്മാതാവായ ശ്രീ M മണി എന്നെ വിളിച്ചിട്ട് നമ്മുടെ സിനിമയിൽ കുതിരവട്ടം പപ്പു വേണ്ട എന്നുള്ളൊരു തീരുമാനം അറിയിക്കുന്നത്. ഞാൻ ശ്രീനിയുടെ അടുത്ത് ചെന്നു, ശ്രീനി എന്താണ് ചെയ്യേണ്ടത്, നാളെ രാവിലെ ഷൂട്ട് ചെയ്യണം, പപ്പുവേട്ടനെ വേണ്ടെന്ന് പ്രൊഡ്യൂസർ പറയുന്നത്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ശ്രീനി ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ആ മാമുവിനെ ഇടാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഏത് മാമു? നമുക്ക് ലൊക്കേഷൻ കാണിക്കാനും വരുന്നത് മാമുവാണോ എന്ന് ചോദിച്ചു. ശ്രീനി പറഞ്ഞു, അതെ. ഞാൻ പറഞ്ഞു, ഇത്രയും വലിയൊരു റോൾ അങ്ങനെ ഒരാളെ എങ്ങനെ ഏൽപ്പിക്കുന്നത്? അപ്പോൾ ശ്രീനി പറഞ്ഞു, അയാൾ കോഴിക്കോട് നാടകത്തിൻ്റെ വലിയ നാടകം അരങ്ങിലെ വലിയ നടനാണ്. KT കൂടെയൊക്കെ നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് അറിയപ്പെടുന്ന നാടക നടനാണ് മാമു. അപ്പോൾ ശ്രീനി തന്ന ആ ധൈര്യത്തിലാണ് ഞാൻ പാതി മനസ്സോടെ കോസ്റ്റ്യൂമറെ വിളിച്ചു, അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സെ വിളിച്ചു. പപ്പുവേട്ടന് തയ്ച്ചു വെച്ചിരിക്കുന്ന കോസ്റ്റ്യൂമെല്ലാം ഈ മാമുവിൻ്റെ അളവിലേക്ക് മാറ്റി തയ്പ്പിച്ച് നാളെ രാവിലെ അയാളെ ഷൂട്ടിങ്ങിന് എത്തിക്കണമെന്ന് പറയുന്നു. അപ്പം ഞാൻ രാവിലെ ഷൂട്ടിങ്ങിനായിട്ട് എത്തുമ്പോൾ ഈ സ്കൂളിൻ്റെ സെറ്റൊക്കെ പൂർത്തീകരിച്ച് അവിടെയാണ് ആദ്യത്തെ ദിവസം ഷൂട്ടിങ്. ഞാനവിടെ ചെല്ലുമ്പോൾ ഈ അറബി മുൻഷിയുടെ വേഷത്തിൽ തലക്കെട്ടൊക്കെ ആയിട്ട് ഇയാൾ നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് തന്നെയാണ് അറബി മുൻഷി. കാരണം അയാളുടെ കാഴ്ചയിൽ എനിക്ക് പൂർണ്ണമായിട്ടും ഇതിനപ്പുറം മറ്റൊരാളെ എനിക്ക് കാസ്റ്റ് ചെയ്യാനില്ല എന്ന് തോന്നുന്ന രീതിയിൽ വളരെ അദ്ദേഹത്തിൻ്റെ ആകാരവും രൂപവും വേഷവും എല്ലാം കൃത്യമായിട്ട് ചേർന്നൊരു അറബി മുൻഷിയായിട്ട് എൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. അഭിനയിച്ച് തുടങ്ങിയപ്പോഴാണെങ്കിൽ മോഹൻലാലിൻ്റെയും ജഗദീഷ് ശ്രീകുമാറിൻ്റെയും നെടുമുടി വേണുവിൻ്റെയും സുകുമാരി ചേച്ചിയുടെയൊക്കെ ഒപ്പം കോമ്പിനേഷൻ സീനാണ് ആദ്യത്തത്. അദ്ദേഹം ഇതിൻ്റെ ഒരു ഭയപ്പാടുമില്ലാതെ വളരെ അനായാസമായിട്ട് അഭിനയിക്കുകയും ഡയലോഗുകൾ പറയുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. തീർച്ചയായിട്ടും ഒരു മലയാളം കണ്ട ഏറ്റവും മികച്ച അഭിനേതാക്കളുള്ള ഒരാൾ, പ്രത്യേകിച്ചും കോമഡി ചെയ്യുന്നതിൽ ഇത്രയും അദ്ദേഹത്തിൻ്റെ രൂപവും ഭാവവും ഭാഷയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച നടനാണ് മാമുക്കോയ. ഈ ദൂരെ ഒരു കൂടുകൂട്ടാന്ന് പറയുന്ന സിനിമയിൽ നമ്മൾ അദ്ദേഹം എത്ര അനായാസമാണ് ചെയ്തതെന്ന് മനസ്സിലാകുന്ന ഒരു സീൻ, ഈ സ്കൂളിലെ മണി കാണാതെ പോകും. മണി കാണാതെ പോയിട്ട് ഇവരെല്ലാം അന്വേഷിച്ച് നടന്നപ്പോൾ മാമുക്കോയക്കനെ കാണുമ്പോൾ പെട്ടെന്ന് ചോദിക്കും, മാഷെ മണി കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങളെ മണിയാ? അതല്ല ഞാനിന്ന് രാവിലെ തിന്നത് എന്ന് പറഞ്ഞിട്ട് പുള്ളി പോകണ്ട് ദേഷ്യം വന്നിട്ട്. അത് എത്ര രസമായിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് വലിയ അത്ഭുതമാണ് ആ ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ നോക്കൂ, ലാലേട്ടൻ, വേണുചേട്ടൻ, സുകുമാരിയമ്മ ഇവരുടെയൊക്കെ കൂടെയാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പം പിന്നീട് ഒരു ഇന്റർവ്യൂവിൽ ഞാൻ മാമുക്കോയക്കോട് ഒരാൾ ചോദിച്ചു,
ആദ്യത്തെ പടത്തിൽ ഇങ്ങനെ ഇത്രയും വലിയ ലെജൻസ് ആയിട്ടുള്ള ആളുകളുടെ കൂടെയൊക്കെ ചെന്ന് അഭിനയിക്കുകയാണ്, അന്ന് നിങ്ങൾക്കൊരു പേടി തോന്നിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ എത്ര വലിയ തടി കണ്ടിട്ടുള്ളതാണ്. ഒരു ഇന്റർവ്യൂ ഇത്രയും വലിയ തടി കണ്ടിട്ടുള്ള, എനിക്ക് അങ്ങനത്തെ ഒരു വിഷയങ്ങളില്ല എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു സത്യനന്ദിക്കാട് സാറാണ് ഏറ്റവും കൂടുതൽ പടം ചെയ്യുന്നത്. ഏതാണ്ട് 25-30 പടങ്ങളിൽ മാമുക്കോയ്ക്ക് അത്രയും പടം. അദ്ദേഹം ഒന്നും ഇല്ലാത്ത പടമില്ല. ഈ സന്മനസ്സുള്ളവർക്ക് സമാധാനം, അയലോക്കക്കാരൻ, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, ശ്രീധരന്റെ 1-ാം തിരുമുമ്പിലെ മമ്മൂക്കയുടെ കൂട്ടുകാരൻ, നാടോടിക്കാരിലെ ഗഫൂർക്ക, പട്ടണപ്രവേശം, വരവേൽപ്പിലെ ആള്, അയ്യോ മഴവിൽ കാവടിയിലെ പേഴ്സ് കക്കുന്ന ആള്, അയ്യോ ലെതർ ഫാക്ടറിയിലെ സൂപ്പർവൈസർ ആണ് പുള്ളി. അതിനകത്തൊന്നും കള്ളത്തരല്ല, സിന്തറ്റിക്കാണ്. ആ അഭിനയമല്ലല്ലോ. അല്ല, അത് ഈവൻ തലേണ മന്ത്രത്തില് നമ്മളിപ്പോഴും മീമായിട്ടിട്ട് പുതിയ കാലത്തെ ട്രോളുകളിൽ വരുന്ന സാധനമാണല്ലോ, ഒരാൾക്ക് ഒരു അപകടം പറ്റി കിടക്കുമ്പോഴല്ല ചെറ്റ വർത്താനം പറയണ ഇന്നസെന്റ് ആയിട്ട് അടി കൊടുത്തിട്ട്. അതും പിന്നെ അദ്ദേഹം പറയുന്ന ഒരു ഈണവും താളമുണ്ട്. അതായത് ഈ ശ്രീനിയേട്ടനും മാമുക്കോയ്ക്കും കൂടെ അപകടം പറ്റിയിട്ട് വന്ന് കിടക്കുമ്പം ഉർവശി ചേച്ചി ചോദിക്കും, എന്ത് പറ്റി മേശ്ശേരി എന്ന് ചോദിക്കുമ്പം പുള്ളിയാണ് പറയുന്നത്, അതെ നമ്മൾ ഈ പോളിടെക്നിക്കിൽ പഠിച്ചിട്ടില്ലല്ലോ, അപ്പൊ യന്ത്രങ്ങളുടെ പ്രവർത്തനം എന്താന്ന് എനിക്കറിയില്ല, അങ്ങനെ പറ്റിയതാ, ഇത്രേ പറയുന്നുള്ളൂ അല്ലേ. എന്തൊരു രസമായിട്ട് വളരെ അനായാസമായിട്ട്. അതെ അല്ല, ഇവരൊക്കെ ഒന്നേ ഉള്ളു ഇനി. അതെ, അതൊരു റിയർ. അതെ, ചിലത് പകരം വേറെ ഒന്നും ഉണ്ടാവില്ല, റെയർ പീസാണ്, റെയറാണ്. അത് ഇത്ര രസം. ഈ സന്ദേശത്തിലെ പൊതുവാൾജി, മണ്ഡലം പ്രസിഡന്റ് പൊതുവാൾജി എന്ന് പറഞ്ഞ KP പൊതുവാൾ എന്ന് പറഞ്ഞാല് പുള്ളി ചൂട്ട് കത്തിക്കും. പുള്ളിയുടെ ഒരു ആര്യൽ കെ പാനിയുടെ അർത്ഥം പറഞ്ഞിടാന്ന് പറയുമ്പോ നമ്മുടെ പാർട്ടിയിൽ വിദ്യാഭ്യാസമുള്ള ആരും ഇല്ല ഇവിടെ. ഇന്നിന്റെ അറിയാതെ ഈ അയ്യോ അതൊക്കെ എന്തൊരു സറ്റേറാണ്. നമ്മളിപ്പോ വെറുതെ പറഞ്ഞു പോയി. ഇതിനകത്ത് സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിൽ എനിക്ക് പണിക്കരുടെ രക്തം കാണണം, മറ്റേ പണിക്കരുടെ രക്തം കാണണമെന്നും പറഞ്ഞ് പുള്ളി അകത്ത് വന്നു കഴിഞ്ഞപ്പോഴേ കത്തി എടുത്തിട്ട് മോഹൻലാൽ വന്നു കഴിഞ്ഞപ്പോ, നിങ്ങളുടെ ഫാമിലി പ്രശ്നത്തിനകത്ത് നമ്മൾ എന്തിനാ വെറുതെ. ആ മാറ്റം അതിന്റെ വകുപ്പിട്ട് കീലേരി അച്ചുകൊണ്ട് കൺകെട്ടിലെ കീലേരി അച്ചു വന്ന് വെല്ലുവിളിച്ച് എല്ലാം കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ തോളേക്കായിട്ട് ഞങ്ങളെ രണ്ടുപേരെയും തോപ്പിക്കാൻ ആരുണ്ടാന്ന് ചോദിക്കുന്ന കൊല്ലും കീലേരി അച്ചുവിന് പുത്തിരിയില്ല വെല്ലുവിളിക്കുന്ന എത്ര കഥാപാത്രങ്ങളാണല്ലേ പ്രിയൻ സാറിന്റെ. അല്ല, ഇദ്ദേഹത്തിന്റെ ഈ സംസ്ഥാന പുരസ്കാരത്തിന് വന്നപ്പോൾ ഗിരീഷ് കാസറവള്ളിയേറ്റിയാണ് അന്നത്തെ ജൂറി ചെയർമാൻ. അന്നത്തെ എനിക്ക് തോന്നുന്നു ഈ ഹാസ്യ അത് കിട്ടിയ സമയത്ത് അപ്പോൾ പറഞ്ഞു ഇദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച അഭിനയം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഗിരീഷ് കാസറവള്ളി പറഞ്ഞ് അതിന് അദ്ദേഹം അഭിനയിക്കുകയായിരുന്നില്ലല്ലോ, ബിഹേവ് ചെയ്യായിരുന്നല്ലോ എന്ന് പറഞ്ഞൊരു കമന്റ്. അത് അദ്ദേഹത്തിന്റെ അഭിനയത്തിന്റെ ഒരു സ്വാഭാവികതയാണ്. പക്ഷേ ഈ സ്വാഭാവികത ബിഹേവിങ്ങിനകത്തൊരു കാര്യമുണ്ട്, ഇത് മടുക്കാതിരിക്കണമല്ലോ മനുഷ്യന്. നമ്മളിപ്പോ ഒരു ശൈലി ഒരാൾ ഒരേപോലെ എത്ര പടത്തിൽ ചെയ്യാൻ പറ്റും. അപ്പൊ എന്തോ ഒരു ഇനം ഇതിനകത്തുണ്ട്. നമ്മളെല്ലാം അങ്ങനെ ഒരു കോഴിക്കോടൻ ഭാഷ അതെന്ന് പറഞ്ഞ് നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. ഒരു ഇനം ഉണ്ട് ഇതിനകത്ത്, പല ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നതിനകത്ത് ഇവരെന്തോ ഒരു മാജിക് ഇട്ടിട്ടാണ് പോകുന്നത്. ഒരു ഫ്രഞ്ച് സിനിമയിൽ അത് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഫ്ലെയിംസ് ഇൻ പാരഡൈസ് പറഞ്ഞിട്ടൊരു സിനിമ. ഫ്ലെമൻസ് അങ്ങനെ എന്തോ ഒരു വാക്കാണ് ഇൻ പാരഡൈസ് എന്ന് പറഞ്ഞൊരു സിനിമ. അതിനകത്തൊരു പിന്നെ കാളവണ്ടിക്കാരൻ അങ്ങനെ എന്തോ ഒരു റോളാണ്. ഉണ്ട്, തമിഴിലുണ്ട് 2 പടം. ഇറക്കിയ പടങ്ങൾ തമിഴിലും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിരവധി മികച്ച ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ചിട്ടുള്ള സംവിധായകൻ സാജൻ സാറിനെ കൂടെ വിളിക്കുന്നു. സാൻസർ വീണ്ടും നമസ്കാരം. നമസ്കാരം. എന്ന് നാഥന്റെ നിമ്മി 86 അവിടെ തൊട്ട് മാമുക്കോയൊക്കെ ഉണ്ട്. ഞാനിപ്പം വരുന്നതിന് തൊട്ടുമുമ്പ് ഡിസ്കസ് ചെയ്തൊരു വിഷയം, ഒരു നടൻ എന്നുള്ള നിലയിൽ നമ്മൾ അങ്ങനെ ഒരു കോഴിക്കോട് ശൈലി പറഞ്ഞു, അല്ലെങ്കിൽ അതിലൂടെ ചില ഗിമ്മിക്കുകൾ കാണിച്ചു എന്നൊന്നും പറഞ്ഞു ഒരു നടന് 40 വർഷമൊന്നും ഒരു ഇൻഡസ്ട്രി നിൽക്കാൻ പറ്റത്തില്ല. എന്തോ ഒരു മാജിക് അതിനപ്പുറം ഒരു നടൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ഓരോ ക്യാരക്ടറിന്മേലും ഇടുന്നുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു പരിചയത്തിന്റെ തുടക്കമൊക്കെ? ഞാൻ തിരുവനന്തപുരത്ത് സ്നേഹമുള്ള സിംഹം ഷൂട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ എൻ്റെ ഒരു സുഹൃത്ത് സിബി മലയിൽ എന്നെ വിളിച്ചു പറഞ്ഞു, പുള്ളി അന്ന് കോഴിക്കോട് ദൂരെ ദൂരെ കൂടുകുട്ടാന്നുള്ളൊരു പടം അരവമണി സ്ഥാനം എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു,
സാജ ഒരു നല്ലൊരു നടനെ ഞാനന്ന് അങ്ങോട്ട് അയക്കുകയാണ്. ഞാൻ പറഞ്ഞു എന്താ സിബി എന്ന് ചോദിച്ചു. അല്ല, ഞാൻ പ്രതീക്ഷിച്ചതിലുപരി കഥാപാത്രമായിട്ട് ജീവിക്കുന്ന ഒരു അറബി മുനുഷി അങ്ങോട്ട് അയക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സിബി ഇനി എനിക്ക് 4 ദിവസം 5 ദിവസം ഇനി ഷൂട്ടിംഗ് ഉള്ളൂ. തിരുവനന്തപുരത്ത് കുമാരപുരത്തായിരുന്നു ഷൂട്ടിങ്. മമ്മൂട്ടി വൈശാഖനായിട്ട് സ്നേഹമുള്ള സിംഹം, തൊട്ടപ്പുറത്ത് ജോസ് പ്രകാശ് സാറിൻ്റെ വീട്, അങ്ങനൊരു വീട്. അതിൽ അദ്ദേഹം കോമഡിയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആണ്. അപ്പം അതിൽ വലിയ കോമഡി ക്യാരക്ടറൊന്നുമില്ല. ഒന്ന് കുട്ടനായിട്ട് കിട്ടൻ എന്ന് പറഞ്ഞിട്ട് വൈശാഖന് ആഹാരം വാങ്ങിച്ചു കൊടുക്കാൻ മാളച്ചേട്ടനാണ്. അത് നോവലിലൊന്നാണ് സ്നേഹമുള്ള സിംഹം. അതിലൊരു 8 വയസ്സുകാരൻ പയ്യനായിട്ടാണ് ആ കഥയുള്ളത്. പക്ഷേ നമ്മൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മാള കിട്ടുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു സിബി ഇതിനകത്ത് എല്ലാം ഒന്നുമില്ല, ഇനി മാളച്ചേട്ടനും ലളിതശ്രീയായിട്ടുള്ള കോമഡി സീൻസൊക്കെ ഉള്ളൂ, അതിൽ കാര്യമായിട്ടൊന്നുമില്ല. എനിക്കറിയാമല്ലോ നമുക്ക്, അല്ല എന്ത് പറഞ്ഞാലും ശരി നമ്മളൊക്കെ വിചാരിച്ച എന്തെങ്കിലും ഒരു ചെയ്യാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു സിബി ഇതിനകത്തൊന്നും കാണുന്നില്ല, ഇതിനകത്ത് കാരണം സീരിയസ് ആണ് ഈ സ്നേഹമുള്ള സിംഹം കഥാപാത്രം എന്ന് പറയുന്നത്. ഏതായാലും പുള്ളി അങ്ങോട്ട് വരും എന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങ് ഓർഡർ ഇടുകയാണ് സിബി മലയിൽ. ഞാൻ രാവിലെ ഗീത ഹോട്ടലിലാണ് താമസിക്കുന്നത്. ഞാൻ ഇറങ്ങി വരുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ റിസപ്ഷനിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാനാണ് മാമുക്കോയല്ല മാമു കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ സിബി എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇതിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ, അതായത് സിനിമയിലെ കഥാപാത്രങ്ങളുടെ ആൾമോസ്റ്റ് കഴിഞ്ഞിന് കോമഡി സീനാണ്. അല്ല പറഞ്ഞു, അദ്ദേഹം പറഞ്ഞ വാചകമാണ്, നിങ്ങളെപ്പോലുള്ള ഡയറക്ടർമാരുള്ള ഒന്ന് മുഖം കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതിൽ ലാളിത്യം എന്നെ വല്ലാതെ. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി. അപ്പം ഞാനവിടെ റൂമിൽ പറഞ്ഞു റൂം എടുക്കാൻ പറഞ്ഞു. വേണ്ട, നീ റൂമൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പിന്നെ ഞാനത് ന്യൂ തിയേറ്ററിന് മുമ്പിൽ വെങ്കടേശ്വര ടൂറിസ്റ്റ് റൂമിൽ ഒരു മുറി എടുത്തു എന്ന് പറഞ്ഞു. പുള്ളി നേരെ വന്നു, റൂം എടുത്തു, ഫ്രഷായിട്ട് എന്നെ കാണാതെ രാവിലെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാനത് ഫോഴ്സായി, പുള്ളിക്ക് എന്തെങ്കിലും കൊടുക്കണമല്ലോ. ഒന്ന് സിബി മലയിൽ വിളിച്ച് പറഞ്ഞതിൻ്റെ കാര്യം, പിന്നെ ഒന്ന് ഇദ്ദേഹത്തിൻ്റെ ആ പെരുമാറ്റം. അപ്പോൾ ഞാൻ തന്നെ പിന്നെ അദ്ദേഹത്തോട് പറഞ്ഞു, എങ്ങനെയെങ്കിലും മുഖം കാണിച്ചാൽ മതി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ചെറിയ സംഭവം പറയാം, പക്ഷേ എനിക്കത് മനസ്സുകൊണ്ട് ഇഷ്ടമുണ്ടായിട്ട് തരുന്നതല്ല എന്ന് പറഞ്ഞു. എന്ത് തന്നാലും മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഈ മാളച്ചേട്ടനും ലളിതശ്രീയും കൂടിയിട്ട് വഴക്ക് കൂടുന്നൊരു സീനുണ്ട്, കോമഡി സീനാണ്. അതിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭയങ്കര കടയിലുള്ള സാധനങ്ങളൊക്കെ വലിച്ചു വാരി കളയുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് മുട്ടയൊക്കെ എടുത്ത് എറിയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ വഴിപോക്കനായിട്ട് വന്നിട്ട് നിങ്ങളുടെ മുഖത്ത് മുട്ടയേർന്ന് കൊള്ളുന്ന ഒരു സീനൊക്കെ ഒരു ഷോട്ട് എടുക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ക്ലോസപ്പ് എടുക്കാമെന്ന് പറഞ്ഞു. അയ്യോ അത് മതി, ധാരാളം മതി എന്ന് പുള്ളിക്കാരന്. അപ്പോൾ സത്യം പറഞ്ഞ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ ലാളിത്യം ഉണ്ടല്ലോ, അത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ സത്യത്തിൽ മാളച്ചേട്ടനും ഈ ലളിതശ്രീയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് വഴക്കൂടുമ്പോൾ മുട്ട എടുത്തിരുമ്പോൾ റോഡേ കൂടെ വരുന്ന സൈക്കിളുകാരൻ്റെ മുഖത്ത് പോയി മുട്ട വീഴും. മാമുക്കോയ എന്ന് പറഞ്ഞാൽ മാമുക്ക ആയതുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് വന്നതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ഈ പെരുമാറ്റം കൊണ്ടുമാണ് ഞാൻ 2-3 ക്ലോസപ്പ് എടുത്തു. ഇത്രയേ ഉള്ളൂ. പക്ഷേ അത് സിനിമ കണ്ടവർ ശരിക്കും ചിരിച്ചു. എങ്കിലും ഇതൊരു അപൂർവ സംഗമമാണ്. അമൃത TV പ്രേക്ഷകർക്ക് നൽകുന്ന അമൂല്യ വിഷു കൈനീട്ടം. 20 വർഷത്തെ നിറവാർന്ന അനുഭവത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ സരസ സല്ലാപം. ഇന്ന് ഇവിടെ നിൽക്കുന്നതിൽ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. എൻ്റെ 28 വർഷവും കൂടെ പൂർത്തീകരിക്കുന്ന ഒരു സമയമായിട്ടും കൂടെ ഞാനിത് ഉപയോഗിക്കുകയാണ്. വിഷുദിനത്തിൽ നിങ്ങൾക്കായി നിറസല്ലാപം. എനിക്ക് അതുകൊണ്ട് തൃപ്തിയായില്ല. കാരണം നല്ലൊരു കലാകാരനെ നമ്മൾ ശരിക്കും ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് തന്നെ ഈ ഡയറക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് തൃപ്തിയാവില്ല. എന്നാൽ ഇത്ര നല്ല നടനാണ്. പിന്നെ സുകുമാരി ചേച്ചി എന്നെ വഴക്കുറയും ചെയ്ത്. ദൂരെ കൂടുകൂട്ടാൻ സുകുമാരി ചേച്ചിയുണ്ട്. അത് അറബിക് മുൻഷിയായിട്ട് കണ്ട പുള്ളി അഭിനയിച്ചിട്ട് നല്ലൊരു നടനെ കൊണ്ടുവന്നിട്ട് ഇത്ര ആക്കിയോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു മാമുക്ക സംഭവിച്ചതല്ലേ, ഞാൻ അതുകൊണ്ട് തന്നെ അത് അല്ല, എന്നാലും പുള്ളിക്കാരൻ നല്ലൊരു നടനാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. സുകുമാരി ചേച്ചി അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്ന ആളാണ്. ഇദ്ദേഹം അന്ന് വെങ്കടേശ്വര ടൂറിസ്റ്റ് ഹോമിൽ താമസിക്കുകയാണെങ്കിലും ഞാൻ പുള്ളിയുടെ പ്രത്യേക സ്നേഹം കൊണ്ട് റൂമിലേക്ക് വിളിച്ചു. അങ്ങനെ പുള്ളിക്കാരൻ ഒരുപാട് സംസാരിക്കുന്ന കൂട്ടത്തിൽ പുള്ളി സംസാരിക്കുന്നതൊന്നും കോമഡിയൊന്നുമല്ല. പുള്ളിക്കാരൻ സംസാരിക്കുന്ന പോലെ സാഹിത്യകാരന്മാരുടെ ബന്ധങ്ങളാണ്. തിക്കുടിയൻ മാഷ് കോഴിക്കോടെല്ലാം കൂടുതലെല്ലാം ഈ സാഹിത്യകാരന്മാർ. SK പൊറ്റക്കാട്, പിന്നെ KT മുഹമ്മദ്, എനിക്ക് അർച്ചനാരാധനൊക്കെ KT മുഹമ്മദ്. ഈ കൂടുതൽ പറയുന്നത് അവിടെ ബേപ്പൂർ സുൽത്താൻ അടുത്ത് അദ്ദേഹത്തെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. പുള്ളി ഒരു തികഞ്ഞ ഈ പറയുന്നതിലൊക്കെ പുള്ളിക്കാരുടെ സീരിയസ്നെസ് ഉണ്ട്, നല്ല സാഹിത്യ ഇതുണ്ട്. പുള്ളിക്കാരൻ്റെ വീട് അരക്കിണർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, കോഴിക്കോട്. മാമു അരക്കിണർ കോഴിക്കോട്, ഇതാണ് അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ്. മാമു കോയ പിന്നീട് സിബി മലയിൻ്റെ പടത്തിൽ
മാഷായിട്ട് ഇറങ്ങിയതിന് ശേഷം ആ ഉണ്ടായിരുന്നു. മാമുക്കോയ, പിന്നീട് മാമുക്കോയായിട്ട് മാറി. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്ക് അത് ഒരു സംഭവം പറഞ്ഞു. ഈ പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഈ ഗുസ്തി മത്സരം എന്ന സംഭവമുണ്ട്. അതായത് മൈസൂർ ഫയൽവാൻ, കോഴിക്കോട് ഫയൽവാൻ ഗുസ്തി ഇല്ലേ പണ്ട്. അത് പ്രത്യേകിച്ച് ഒരു ഗുസ്തി എന്ന് വെച്ചാൽ അത് നമ്മുടെ ഈ റെസ്ലിംഗ് ഒക്കെ പോലില്ല, മരങ്ങൊക്കെ ഇട്ടിട്ട് അവിടുത്തെ എന്തോ മൈസൂർ മല്ലയ്യ എന്ന് പറയുന്നൊരു ഗുസ്തിക്കാരൻ മൈസൂരിലുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ കോഴിക്കോട് ഒരു പോക്കർ കുട്ടി എന്നൊരാളുണ്ട്. അദ്ദേഹം ഈ മാമുക്കാട് അത്ര മെലിഞ്ഞ ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹം ഗുസ്തിക്കാരൻ കൊണ്ട് ഭയങ്കരമായിട്ട് നടക്കുമത്രേ. അതായത് അന്യരെ കണ്ട് പൈസ വല്ലതും കിട്ടിയിട്ട് കാപ്പി പിടിച്ച് നടക്കാൻ വേണ്ടി ഒരു ഗുസ്തിക്കാരൻ. അപ്പോൾ കോഴിക്കോടുള്ള കുറച്ച് ആൾക്കാർ ചെറുപ്പക്കാർ കരുതി ഇങ്ങനെ വിട്ടാൽ പോരാ, ഇങ്ങനെ വലിയ ഗുസ്തിക്കാരനാണല്ലോ, എന്നാ ഒരു കാര്യം ചെയ്യാം, മൈസൂർ മല്ലയ്യായി കൊണ്ടുവന്നിട്ട് ഇദ്ദേഹം ഗുസ്തി മത്സരം അങ്ങ് വെച്ചാലോ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഗുസ്തിയാ എൻ്റെ അടുത്താ, അവനൊക്കെ പോകാൻ പറ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി വീരവ അടിച്ചത്രേ. മാമുക്ക് അവതരിപ്പിക്കാൻ നല്ലത്, അവനാര് എൻ്റെ അടുത്ത് എന്നുള്ള രീതിയിൽ ഈ കോഴിക്കോട് ഭാഷയിൽ പറയും, ഓനാരെന്നൊക്കെ പറയുമല്ലോ. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ സമ്മതം കൂടാതെ ഗുസ്തി മത്സരം സംഘടിപ്പിക്കുന്നു കോഴിക്കോട്. അന്ന് മാനാഞ്ചിറ മൈതാനത്തങ്ങോട്ടാണ്. പുള്ളിക്കാരൻ പറഞ്ഞൊരു കഥയാണ് കേട്ടോ. ഇദ്ദേഹം എന്തായാലും ടിക്കറ്റ് വെച്ചു. അവസാനം അയാൾ പറഞ്ഞു, ഞാൻ ഗുസ്തിക്കാരനൊന്നുമല്ല, മൈസൂർ മല്ലയ്യയുടെ മുമ്പിൽ എൻ്റെ ഒന്നുമല്ല, അതുകൊണ്ട് നിങ്ങൾ ആൾക്കാരെ മുമ്പ് വെച്ചിട്ടൊക്കെ നിങ്ങൾ നാണം കെടും, അതുകൊണ്ട് എന്നെ വിട്ടേക്കെന്ന് പറഞ്ഞപ്പോൾ അവസാനം പറ്റില്ല, നടത്തിയേ പറ്റൂ. അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ആദ്യമൊക്കെ നിങ്ങൾ ഒരു റൗണ്ടൊക്കെ നിങ്ങൾ മറ്റേ ആൾ പറഞ്ഞു വെക്കാം, കുറച്ച് സമയം നിൽക്കണമല്ലോ, ഇത് പെട്ടെന്ന് തീർന്നു പോയി കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാർ ടിക്കറ്റ് ചേർന്നതാണെന്ന്. അങ്ങനെ ഒരു ഗുസ്തി മത്സരം വെച്ചു. 2 റൗണ്ട് 3 റൗണ്ട് കഴിഞ്ഞപ്പോൾ ഇയാൾ എടുത്തിട്ട് ഈ പോക്കർ കുട്ടി ഞങ്ങളുടെ പേര് എടുത്ത് നിലത്തടിച്ചു. നിലച്ചപ്പോൾ മൂപ്പർക്ക് എഴുന്നേക്കാൻ മേല. എങ്കിലും വീണ്ടും അപ്പം സംഘാടക ആൾക്കാർ വേണം, ഇത് പോക്കർക്ക് വെറുതെ അഭിനയിക്കുകയാണ്, അത് മൈസൂർ മല്ലയ്യായി, പോക്കർക്കാരെ മുമ്പിൽ ഇയാളൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കയറ്റി നടത്തറേ. രണ്ടാമത് വീണ്ടും അടിച്ച് വീണ്ടും മൂപ്പർ എടുത്തടിച്ചു. മൂപ്പർ അത് അടുവ് വിലങ്ങിപ്പോയി. അവസാനം മൂപ്പർ ഈ കോഴിക്കോട് ഭാഷയിൽ ഒരു ചീത്ത വിളിച്ചിട്ട് ഇതൊക്കെ അഭിനയമൊന്നുമല്ല, ഇത് ഞാൻ ഗുസ്തിക്കാരനൊന്നല്ല, എന്നെ വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിട്ടത്രേ. ഇതാണ് എനിക്ക് ആമിന ടൈലേഴ്സ് എന്ന പടത്തിന് ഒരു ബീജാപാപം എന്ന് പറയുന്നത്. അതായത് ഒന്നുമല്ലാത്ത ആളിനെ എങ്ങനെ ആക്കിയെടുക്കുക എന്നുള്ളത്. അന്ന് എന്നോട് കഥ എഴുതാനായിട്ടൊക്കെ ഈ എറണാകുളത്ത് കളത്തിപ്പറമ്പിൽ റോഡിലുണ്ട് ഇവിടെ ഈ ടെലിഫോൺ എക്സ്ചേഞ്ച്, അവിടുത്തെ GMൻ്റെ സീനിയർ PA ആണ് മനീഷ് ഷൊണ്ണൂർ. മനീഷ് ഷൊണ്ണൂർ ഇടയ്ക്ക് പുള്ളി നല്ല നാടകമൊക്കെ എഴുതുന്ന ആളായിരുന്നു, അതൊരു സിനിമ എഴുതിയിട്ടില്ല. പുള്ളി ഇടയ്ക്ക് മദ്രാസിൽ എന്നെ വന്ന് കാണുമ്പോഴത്തേക്ക് ഒരു കഥ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കഥ അതാണ് ദേവരാഗമായത്. ഞാൻ പറഞ്ഞു, ഇത് ഞാൻ എടുക്കുന്ന ട്രെൻഡിലുള്ള അല്ല, ഇതൊക്കെ ഒരുപാട് കോസ്റ്റ്ലി ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുമ്പോഴത്തേക്കാണ് പുള്ളിക്കാരൻ വീണ്ടും ഒക്കെ വരും. അപ്പോൾ പുള്ളിക്കാരൻ ഇടയ്ക്കിടയ്ക്ക് നല്ല നല്ല സംഭവങ്ങൾ പറയുന്ന കൂട്ടം ഞാനിങ്ങനെ ഒരിക്കൽ ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ഷൈനി ഫിലിംസ് രാമകൃഷ്ണൻ, PC അബ്ദുള്ളയും ഷൈനി ഫിലിംസ് രാമകൃഷ്ണനും, അവർ രാമകൃഷ്ണൻ്റെ വീട് മലപ്പുറം ജില്ലയിലെ അലനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഷൈനി ഫിലിംസ് കാർണിവലൊക്കെ എടുത്തറിയോ? അടുത്തൊരു പടത്തിനോട് പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞിരുന്നു, നമുക്ക് വലിയ ബഡ്ജറ്റില്ല, കാരണം മമ്മൂട്ടിയുടെ ഡേറ്റ് ഒന്നും അടുത്തതില്ല, ഇവർ ഡിസ്ട്രിബ്യൂട്ടർ ആയതുകൊണ്ട് തിയേറ്ററുകളിൽ പടം കൊടുക്കണം. അങ്ങനെ ഒരു പടം പ്ലാൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ മനീഷ് ഷൊണ്ണൂരിനെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനൊരു സംഭവം പണ്ട് എൻ്റെ റൂമിൽ വെച്ചിട്ട് നമ്മുടെ മാമു എന്ന് പറയുന്ന നടൻ ഇങ്ങനെ പറഞ്ഞിരുന്നു. പിന്നെ വേറൊരു സംഭവം കൂടി ഞാൻ കൊടുത്തു. ഈ റൗഡി എന്നൊരു സിനിമ ഉണ്ടായിരുന്നു, പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്, കേശവദേവൻ്റെ റൗഡി. അതിൽ സത്യമാഷാണ് റൗഡിയായിട്ട്. അതിൽ റൗഡി അല്ലായിരുന്നു അയച്ചത്. അതിൽ പിന്നെ അടൂർ ഭാഷയെല്ലാം കൂടെ പാലാട്ട് കോമൻ വന്നാലും പരമൂച്ചട്ടമ്പി മാറൂല, 12 ആന മതം പൊട്ടി വന്നാലും പരമൂച്ചട്ടമ്പി മാറൂല എന്ന പാട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു സാധാരണ മനുഷ്യനെ ചട്ടമ്പിയാക്കി മാറ്റുകയാണ്. അപ്പോൾ ഈ സംഭവം, അത് ഗുസ്തിക്കാരൻ്റെ സംഭവവും ഇതും കൂടെ വെച്ചിട്ട് ഞാനിങ്ങനെ മനീഷ് ഷൊണ്ണൂർ പറഞ്ഞു, ഇങ്ങനെ സംഭവങ്ങളുണ്ട്, അപ്പോൾ നമുക്കൊരു വ്യാജനാകട്ട്. അന്ന് മാമുക്കായ്ക്കും ജഗദീഷിനും നല്ല പേരാണ്, രണ്ടുപേരും ഉണ്ടെങ്കിൽ പടം സക്സസ് ആവും. ഇത് ഞാൻ രാമകൃഷ്ണനോട് പറഞ്ഞു, ഷൈനി ഫിലിംസ് രാമകൃഷ്ണനോട് പറഞ്ഞാൽ കൊള്ളാമല്ലോ, മാത്രമല്ല അത് നമുക്കത് വർക്കൗട്ട് ആക്കാമെന്ന് പറഞ്ഞു. ആ സമയത്താണ് നമ്മുടെ കീരിക്കാടനും പേരെടുത്ത് നിൽക്കുന്നത് കീരിക്കാടൻ. പിന്നെ അപ്പോഴത് മാത്രം പോരാ, എന്തെങ്കിലും ഒരു ലവ് ട്രാക്ക് വേണ്ടേ. അപ്പോൾ സാക്ഷരതയുള്ള സമയമാണ്. അപ്പോൾ ഇദ്ദേഹം കുറച്ച് ക്ലാസ് ആയിട്ട് ചിന്തിക്കുന്ന ആളാണ് മനീഷ് ഷൊണ്ണൂർ, ദേവരാഗം കഥ കൊണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അദ്ദേഹം സാക്ഷരത കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് റിസർവായത് മാഷായിട്ട് പാർവതിയും, എന്നിട്ട് ആണ് ഇവർ 2 വ്യാജന്മാർ വരുവാണ്, മലപ്പുറം മൊയ്തീനും മഞ്ചേരി മജീദും. ആരാണ്? മാമുക്കായും
ജഗദീഷും കൂടെ. അവരെടുത്തിരിക്കുന്ന റൗഡികളായിട്ടാണ്. പക്ഷേ യഥാർത്ഥ മലപ്പുറം മൊയ്തീൻ എന്ന് പറയുന്ന ആള് കീരിക്കള്ളനാണ്. ആ പടം കണ്ടിട്ടുണ്ടോ? ഉണ്ട്. നല്ല 3-4 പാട്ടും. അതായത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള കഥ തുടക്കം തന്നിട്ടുള്ളത് മാമുക്കോയൊക്കെയാണ്. അതാണ് ഞാൻ ഇത്രയും പരത്തി പറഞ്ഞത്. ഇപ്പോൾ മാമുക്കോയെ കുറിച്ച് ഒരുപാട് നല്ല ചിത്രങ്ങൾ നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട സംവിധായകൻ കമൽ സാർ ഓർക്കുന്നു. മാമുക്കോയെ കുറിച്ച് ഓർക്കുമ്പോൾ മലയാള സിനിമയുടെ ഒരു കാലമാണ് ഓർമ്മ വരുന്നത്. ഒരു കാലം എന്ന് ഞാൻ പറഞ്ഞത്, നമുക്കറിയാം നമ്മുടെ ഗ്രാമ ജീവിതവും നമ്മുടെ നഗരമൊക്കെ തന്നെ പ്രതിനിധാനം ചെയ്തിട്ടുള്ള മനുഷ്യരുണ്ട്. ആ പച്ചയായ ചില മനുഷ്യരുടെ പ്രതിരൂപമായിട്ടാണ് ഞാൻ എന്നും മാമുക്കോയനെ കാണുന്നത്. പ്രത്യേകിച്ചും കോഴിക്കോടൻ ജീവിതത്തിന്റെ, കോഴിക്കോടൻ നാട്ടുശീലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു മാമുക്കോയ. സിനിമയിൽ ഞാനും അദ്ദേഹം കൂടി ഒരുപാട് സിനിമകളിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. എൻ്റെ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന സിനിമയിലാണ് ആദ്യം മാമുക്കോയ അഭിനയിക്കുന്നത്. അതിനുശേഷം നിരവധി സിനിമകളിൽ. ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് പെരുമഴക്കാലത്തില് മാമുക്കോയ ചെയ്ത വേഷമാണ്. അതുവരെയും ഒക്കെ തന്നെ ഹാസ്യ കഥാപാത്രങ്ങളെയാണ് മാമുക്ക കൂടുതൽ പ്രതിദാനം ചെയ്തിട്ടുള്ളതെങ്കിൽ പെരുമഴക്കാലത്തിൽ വന്നപ്പോൾ ആ സിനിമയിലെ തന്നെ ഏറ്റവും വേദനിപ്പിക്കുന്ന മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുന്ന, ആത്മസംഘർഷങ്ങൾ അനുഭവിക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് മാമുക്ക ആ സിനിമയിൽ വരുന്നത്. ഞാനും ടി റസാഖും അതിന്റെ കഥ ആദ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഈ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മാമുക്ക ആദ്യം ചോദിച്ചത്, ഇത് നെടുമുടി വേണു അഭിനയിക്കേണ്ട ക്യാരക്ടറല്ലേ, എനിക്കിതിലേതാ ക്യാരക്ടർ? ഞാൻ പറഞ്ഞു, വേണിച്ചേട്ടനല്ല, മാമുക്കയാണ് ഈ ക്യാരക്ടറിനെ അവതരിപ്പിക്കുന്നത്. മാമുക്ക വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല, കാരണം അത്രയും ഇമോഷണൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞു, മാമുക്കയുടെ മുഖത്ത് അതുണ്ട്, ആ ദൈന്യതയൊക്കെ വരും മാമുക്കയുടെ മുഖത്ത്. മാമുക്ക പിന്നീട് ആ സിനിമയുടെ ഷൂട്ടിങ്ങിലുടനീളം അധികം തമാശകളൊന്നും പറയാത്ത മറ്റൊരു മനുഷ്യനായിട്ട്, ഒരു കഥാപാത്രമായിട്ട് പരിണമിക്കുകയായിരുന്നു മാമുക്ക അതിൽ ചെയ്തത്. മാമുക്കക്ക് ആ സിനിമയിലൂടെ മികച്ച നടനുള്ള ഒരു സഹനടനുള്ള സ്പെഷ്യൽ അവാർഡ് കിട്ടിയെന്നുള്ളതാണ് പെരുമഴക്കാലത്തിൽ. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ചലച്ചിത്ര മേഖലയിലെ കഥാപാത്രങ്ങളിലൂടെ കടന്നു പോകുന്ന എന്നും ഓർക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് തന്നെയാണ് പെരുമഴക്കാലത്തിലെ ക്യാരക്ടറിനെ അടയാളപ്പെടുത്തുന്നത്. നമുക്കറിയാം ഈ തനത് ജീവിത രീതി, കോഴിക്കോടൻ ഭാഷയൊക്കെ സിനിമയിലൂടെ ഇന്ന് നമുക്ക് എല്ലാ ദേശത്തിന്റെയും സിനിമകൾ പലപ്പോഴും കഥാപാത്രങ്ങൾ ഈ പുതിയ കാലത്തെ സിനിമകളിൽ കാണാം. പക്ഷെ ഒരു കാലഘട്ടത്തിൽ മാമുക്കോയാണ് അതിന്, അല്ലെങ്കിൽ ഇന്നസെന്റ് തൃശ്ശൂർ ഭാഷ എന്നുള്ള രീതിയിൽ ഇവരാണ് അത് തുടങ്ങി വെച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഞങ്ങളൊക്കെ ഒരുമിച്ച് സഞ്ചരിച്ച ഒരു കാലം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇന്നും ഓർമ്മയിലുണ്ട്. മാമുക്കോയുടെ ഓർമ്മയിൽ തന്നെയാണ് ഇന്നും ഞങ്ങളൊക്കെ ഉള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്, സഹപ്രവർത്തകന് ഒരുപാട് ഓർമ്മകൾ മനസ്സിൽ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ നമിക്കും. ഈ പെരുമഴക്കാലത്തിലെ അബ്ദു എന്ന് പറയുന്ന കഥാപാത്രം, ഈ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ പ്രേമേട്ടൻ പറഞ്ഞു അല്ലേ, അദ്ദേഹത്തിന്റെ കരിയറിന്റെ ഏത് ഘട്ടത്തിലെത്തിയപ്പോഴാണ് വന്നത്, അതുവരെ നമ്മുടെ ഒരു സിനിമ, മലയാള സിനിമ അദ്ദേഹത്തെ ആ രീതിയിൽ ഉപയോഗിച്ചിട്ടില്ലെന്നാണ് ഞാൻ. അദ്ദേഹത്തിന്റെ ഒരു കലിബർ ശരിക്കും ഇനിയും നല്ല ക്യാരക്ടേഴ്സ് അദ്ദേഹത്തെ കൂടെ ചെയ്യിപ്പിക്കാൻ പറ്റുമായിരുന്നു. അതിൽ ഉദാഹരണമാണ് ഇന്ദ്രൻസ്. എത്ര നടനാണ്. പുള്ളി തന്നെ കണ്ടെത്തിയത് തന്നെ വൈകി അല്ലേ, ഒരുപാട് വൈകിട്ടാണ്. അപ്പോഴത്തേക്ക് സത്യത്തില് ഈ ആ കാലഘട്ടത്തിൽ ഇത് വന്നാൽ എന്താ ഗുണം എന്നറിയാമോ, ആ കാലഘട്ടത്തിൽ ഒരു സെറ്റ് ഓഫ് എഴുത്തുകാരും സംവിധായകരും ഉണ്ടായിരുന്നു. അവരുടെ പടങ്ങളിൽ ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്തിട്ടാൽ അതിന്റെ ഒരു ലോഞ്ചിവിറ്റി, അതിന്റെ കാലപരിധി ഭയങ്കരമായിട്ട് നിൽക്കുകയാണ്. ഇപ്പം സിനിമകൾ ആ ലെവലിലെ ഒരു ക്യാരക്ടറോ അത് ചെയ്തൊരു നടനൊക്കെ ആഘോഷിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. തീർത്തുമില്ലെന്ന് ഞാൻ പറയുന്നില്ല, സംശയമാണ്. നമ്മളിപ്പോൾ ഇന്ദ്രൻസേട്ടൻ പുതിയ കാലത്ത് കുറെ നല്ല വിഷയം, എന്നാൽ ഇന്ദ്രൻസേട്ടനെ കാണുമ്പോൾ അദ്ദേഹം പണ്ട് ചെയ്ത് കുറെ തമാശ കഥാപാത്രങ്ങൾ ഓർമ്മ വരും. അതാണ് ആ അന്ന് ചെയ്തതിന്റെ പവർ എന്ന് പറയുന്നത്. അതായിരുന്നു ആ സമയത്തൊക്കെ മാമുക്കോയെ പോലെ ഒരു വലിയ നടനെ സംബന്ധിച്ചിടത്തോളം സത്യത്തില് കുഞ്ഞു ഈ വടക്ക് നോക്കി യന്ത്രത്തിലൊരു ഫോട്ടോഗ്രാഫർ ഉണ്ട്. അദ്ദേഹം ശ്രീനേട്ടനോട് ഈ ശബ്ദം ക്യാമറ കിട്ടൂല സാർ, സ്മൈൽ ചിരിക്കൂ, അതല്ല ഇത് കിട്ടണമെന്നും പറഞ്ഞിട്ട് ഒരു ചിരി. അപ്പം ഈ ശ്രീനേട്ടൻ മാമുക്കോയോട് പറയും, നിങ്ങൾ ഈ സ്ത്രീകളൊക്കെ വരുന്നിടത്ത് ഇങ്ങനത്തെ വേഷം. അപ്പം പുള്ളി പറയണേ, ഇതിപ്പോ ഇവിടെ ആയോണ്ട്, ദുബായിലാണെങ്കിൽ ഓൺലി ട്രൗസേഴ്സ്. അതൊക്കെ നമുക്കങ്ങ് കാണും ഇവര് ചെയ്ത്. മനസ്സിനക്കരയിലെ ബ്രോക്കർ ആണെങ്കിലും എല്ലാം അദ്ദേഹം ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ അത്രയ്ക്കുണ്ട്. നമ്മളോടിപ്പം സംവിധായകനും രചയിതാവും ഒക്കെ ആയിട്ടുള്ള പ്രിയപ്പെട്ട നാദിർഷക്ക അദ്ദേഹത്തെ ഓർക്കുന്നു. മാമുക്കയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, മാമുക്കയെ ആദ്യം നമ്മൾ കാണുന്നത് നമ്മളുടെയൊക്കെ ഒരു ഏജിലുള്ളവർ കാണുന്നത് സത്യന്തിക്കാട് സിനിമകളിൽ, അങ്ങനെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സംവിധായകരുടെ സിനിമകളിലാണ് അദ്ദേഹത്തെ കാണുന്നത്. ആ സമയം മുതൽ
അദ്ദേഹത്തോട് എനിക്കെന്തോ ഒരു എന്താ പറയുക അറിയാവുന്ന ഒരാളെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് സ്ക്രീനിൽ കാണുമ്പോൾ പോലും നമുക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന നമ്മുടെ നാട്ടുപുറത്തുള്ള നമ്മുടെ അടുത്തറിയാവുന്ന ഒരു ഇക്ക എന്ന ഒരു ബന്ധം തോന്നിയിട്ടുണ്ട് മനസ്സിൽ. അതിനുശേഷം അദ്ദേഹത്തോടൊപ്പം സിനിമയിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഞാൻ ഡയറക്റ്റ് ചെയ്ത മാവേലി കൊമ്പത്തിൽ അദ്ദേഹം വന്ന് ഒരു പാട്ട് സീരിയൽ അഭിനയിച്ചിട്ടുണ്ട്, സ്കിറ്റിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഒരു എന്താ പറയുക ജൂനിയർ ആയിട്ടുള്ള അദ്ദേഹത്തെക്കാൾ ഒരുപാട് ജൂനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ സിനിമയിലൊക്കെ നമ്മൾ കാലുകുത്തി വന്നിട്ടുള്ളൂ, തുടക്കക്കാരനാണ് എന്നുള്ളൊരു ഭാവവ്യത്യാസം ഇല്ലാതെ ഞങ്ങളോടൊക്കെ വളരെ സ്നേഹത്തോടു കൂടി ഒരു എന്താ പറയുക വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുന്ന ഒരു സഹോദരനെ പോലെ സ്നേഹിച്ച് ഞങ്ങളോട് സഹകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. നല്ലൊരു വ്യക്തി, നല്ലൊരു അഭിനേതാവ്, കളങ്കമില്ലാത്ത ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ പാവനസ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊള്ളുന്നു. പ്രണാമം. നമ്മൾ പലതവണ ആവർത്തിച്ച ഒരു വാക്കാണ് ഈ കോഴിക്കോടൻ ശൈലി എന്ന് പറയുന്നത്. അത് പപ്പുവേട്ടനായിട്ടും മാമുക്കോയൊക്കെയായിട്ടും മലയാള സിനിമയിൽ കാലങ്ങളോളം ഇങ്ങനെ പലരും അതിന്റെ പ്രതിനിധികളായി വരികയും അതിനെ ഭംഗിയായി ഉപയോഗിക്കുകയും അതിന്റെ വക്താക്കളായി മാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റേജ്, TV, സിനിമ എന്നിങ്ങനെ കൃത്യമായ അളവിൽ അത് കൊണ്ടുവന്ന് ഇപ്പോൾ സിനിമയിലും ടെലിവിഷനിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കലാകാരൻ, മാമുക്കോയൊക്കെ ആയിട്ട് വലിയ ആത്മബന്ധമുണ്ടായിരുന്ന ഒരു കലാകാരൻ. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട വിനോദ് കോബൂർ. വൈക്കം മുഹമ്മദ് ബഷീറുമായിട്ടുള്ള ഒരു ബന്ധമാണ് ഒരുപാട് സാഹിത്യകാരന്മാരായിട്ട് മമ്മൂക്കയ്ക്കുള്ളൊരു കണക്ഷൻ വന്നത്. പിന്നെ അത്ര വലിയൊരു വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പോലും നല്ല അറിവായിരുന്നു നമുക്ക്. അച്ഛനുള്ളപ്പോഴൊന്നും സിനിമയിൽ അങ്ങനെ അഭിനയിക്കാൻ പോയിട്ടൊന്നുമില്ലോ കാര്യമായിട്ട്? ഒരു പടം ചെയ്ത LLB, അത് ഒരൊറ്റ സീന് കമ്മീഷണർ സിദ്ദീഖ് സാർ വിളിച്ചപ്പോ എന്നിട്ട് സീതാമായിട്ട് ഈ ഇതിൽ നോക്കി ഇങ്ങനെ കൗതുകത്തോടെ ഇരിക്കുമ്പോൾ വീട്ടിനകത്തൂടെ അപ്പുറത്ത് താമസിക്കുന്ന കൗസല്യ എന്ന് പറയുന്ന ഒരു സ്ത്രീ, തൊട്ടപ്പുറത്തുള്ളൊരു ഹിന്ദു സ്ത്രീയാണ്. അവരൊരു ആടിനെയും കൊണ്ട് വീട്ടിനകത്തൂടെ കുറച്ച് ഈ എന്താണ് അതിന് കൊടുക്കാനുള്ള രാവിലെയും കൊണ്ട് വീട്ടിനകത്തൂടെ നടന്നിങ്ങനെ പോവുകയാണ്. അപ്പോൾ അവർക്ക് അതുവഴി പോകാനുള്ള വഴിയില്ലാത്തതുകൊണ്ട് ഇതുവഴിയാണ് അവരുടെ യാത്രയെ